ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഷാഡോ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ NCERTയുടെ 6ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 9 ആണ്. മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഇൻ എവറിഡേ ലൈഫ്. അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഇതോട്ടാണ് കുറച്ചെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ചാപ്റ്ററിൻ്റെ പേര് ഉണ്ടല്ലോ, മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ആണ്. മിക്സ്ചേഴ്സ് ആണ്. അപ്പം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് എന്താണ് ഒരു മിക്സ്ചർ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്തെങ്കിലും ഒരു രണ്ട് സാധനം മിക്സ് ചെയ്യുന്നു. അതായത് ഇപ്പം കുറച്ച് അരി എടുത്തു, കുറച്ച് നെല്ലെടുത്തു, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു, ഒരു മിക്സ്ചറായി. സിമ്പിൾ. അപ്പോൾ എനിക്ക് ഈ അരിയും നെല്ലും സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാം, പ്രോസസ്സ് എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അരി എനിക്ക് ഓരോ ഇൻഡിവിജ്വൽ അരിയായിട്ട് കൈ കൊണ്ട് പിക്ക് ചെയ്ത് മാറ്റാം അല്ലേ. അതിനെയാണ് മെത്തേഡ്സ് ഓഫ് പിക്കിംഗ് ബൈ ഹാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ് ഓഫ് പിക്കിംഗ് ബൈ ഹാൻഡ് ഫ്രം എ മിക്സ്ചർ ഈസ് കോൾഡ് ഹാൻഡ് പിക്കിംഗ്. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ആ ഒരു കാര്യം മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ വീറ്റ് നമ്മളിത് ഇവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ചെടിയിൽ നിന്ന് വീറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന ഇവിടെ കാണിച്ചേക്കുന്ന ത്രഷിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. എന്താണ് ഈ ത്രഷിങ് എന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, ഈ ചെടീനെ എടുത്തിട്ട് ഇവിടെ ഒരു ലാർജ് വുഡ് ലോഗുണ്ട്. ഈ ലോഗിൽ നന്നായിട്ട് നല്ല ഫോഴ്സിന് അടിക്കുന്നു. അപ്പോൾ വെയിറ്റുള്ള ഇത് അതിൽ നിന്ന് പൊഴിഞ്ഞ് താഴെ വീഴുന്നു. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ ത്രഷിങ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളാണേ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് ഒരു ബാംബൂ ട്രേ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കളയുകയാണ്. ഓക്കെ, അതിൻ്റെ ഹസ്കും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാംബൂ ട്രേ എടുത്തത്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ എയറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇതിനെ ഈ ട്രേ തിരിച്ച് പിടിച്ചതിന് ശേഷം ഇങ്ങനെ താഴോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ എയർ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഈ ഹസ്ക്, വെയിറ്റ് കുറഞ്ഞ ഹസ്കും എയറിൻ്റെ ഡയറക്ഷൻ്റെ കൂടെ അങ്ങോട്ട് പോയി ഈ ഒരു സെക്ഷനിൽ മാറിക്കിടക്കും. ഗ്രെയിൻ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. വെയിറ്റ് ഉള്ള സാധനമായതുകൊണ്ട് ഡയറക്റ്റ് താഴോട്ട് വീഴും. സിമ്പിളാണ്. ഈ പ്രോസസ്സിനെയാണ് വിന്നോയിങ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് ഹെവിയർ ആൻഡ് ലൈറ്റർ കമ്പോണൻസ് ഓഫ് മിക്സ്ചർ ബൈ വിൻഡ് ഓർ ബ്ലോയിങ് എയർ ഇസ് കോൾഡ് വിന്നോയിങ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി പിന്നെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് നടന്നുകൊണ്ട് മെഷീൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ത്രഷേഴ്സ് എന്ന് പറഞ്ഞ മെഷീൻസ് അവൈലബിൾ ആണ്. അവർ ഈ ഹസ്കിനെ, ഗ്രൈനിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അത്ര അറിഞ്ഞിരുന്നാൽ മതി. വിന്നോയിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ത്രഷേഴ്സ് മെഷീൻ. ഓക്കെ, പിന്നെന്താണ് സീവിങ്. നമ്മളെ മാവ് അരിക്കാനൊക്കെ എടുക്കുമല്ലോ, അതിൻ്റെ പൊടിയൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് കുറച്ച് ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. സീവിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അരിപ്പ ഉപയോഗിച്ച് മാറ്റിയെടുക്കുന്നതിനാണ് സീവിങ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഈ ചാപ്റ്ററൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ഇവിടെ. ഓക്കെ, ഇനി ഇതറിയാമല്ലോ, സീ വാട്ടറിൽ നിന്ന് നമ്മൾ സോൾട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഷാലോ ആയിട്ടുള്ള കുറച്ച് ഹോൾസ് ഇവിടെ കുഴിച്ചതിന് ശേഷം അതിനകത്ത് സീ വാട്ടർ കളക്ട് ചെയ്തിട്ട് വെയിലത്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല, ഇവിടെയില്ല. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡീക്കാൻറ്റേഷനാണ് നോക്കുന്നത്. ഡീക്കാൻറ്റേഷനൊക്കെ നമ്മൾ ഓൾറെഡി ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നതാണ്, പക്ഷേ നമുക്ക് അതിൻ്റെ പേരെങ്ങനെയാണെന്ന് അറിയില്ലായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഡൗൺ ഹെവിയർ ഇൻസോലബിൾ കോമ്പണൻറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് എ ലിക്വിഡ് ഈസ് കോൾഡ് സെഡിമെൻറ്റേഷൻ. ഇവിടെ ഇപ്പോൾ ഒരു ചായ നമ്മൾ അരിക്കാതെ അതിൻ്റെ തേയിലയോടെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തേയില മൊത്തം അടിഞ്ഞ് അതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കത്തില്ലേ, ആ പ്രോസസ്സിനെയാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഡൗൺ ഓഫ് ഹെവിയർ ഇൻസോലബിൾ കോമ്പണൻറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് എ ലിക്വിഡ് ഈസ് കോൾഡ് സെഡിമെൻറ്റേഷൻ. സിമ്പിൾ. ഇൻസോലബിൾ ആയിട്ടുള്ള കോമ്പോണൻ്റ് ആണ്, അത് നമ്മളെ ബോട്ടം സൈഡിൽ സെറ്റിൽ ഡൗൺ ആവും. അത്രേ ഉള്ളൂ. സിമ്പിൾ. സെഡിമെൻറ്റേഷൻ എന്ന് പറയാം അതിന്. ഇനി അങ്ങനെ സെറ്റിലായതിനു ശേഷം ഇവിടെ കണ്ടല്ലോ, അങ്ങനെ സെറ്റിലായിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പാത്രം ഇങ്ങനെ ചരിച്ച് ആ ചായ ഈ കപ്പിലോട്ട് ഒഴിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഡീക്കാൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. വെൻ ദ വാട്ടർ ഈസ് റിമൂവ്ഡ് ബൈ ടിൽറ്റിംഗ് ദ വെസൽ, ദ പ്രോസസ് ഈസ് കോൾഡ് ഡീക്കാൻറ്റേഷൻ. ടിൽറ്റിംഗ് ദ വെസൽ, ദ പ്രോസസ് ഈസ് കോൾഡ് ഡീക്കാൻറ്റേഷൻ. അത്രേ ഉള്ളൂ. ടിൽറ്റ് ചെയ്ത് ചരിച്ച് നമ്മൾ ആ ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, അതിനാണ് ഡീക്കാൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ സെയിം ഡീക്കാൻറ്റേഷൻ നമ്മളാണ് ക്ലീനിങ് ഓഫ് റൈസ്, നമ്മൾ അരിയൊക്കെ കഴുകിയിട്ട് ചെയ്യുന്നത് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ,
ഇനി ചായ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സ്ട്രെയിനർ യൂസ് ചെയ്യും. സെയിം തന്നെയാണ് സീവ് പോലത്തെ സെയിം പ്രോസസ്സ് തന്നെയാണ് സ്ട്രെയിനറിൻ്റെ പ്രോസസ്സും. അതിനെ നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് ഫിൽറ്റർ യൂസ് ചെയ്ത് മഡും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യാം. തുണി ഉപയോഗിച്ച് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അതൊക്കെ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്ന നമ്മൾ ഈ ഫിൽറ്റർ പേപ്പർ അല്ലാതെ നമ്മൾ ഈ ചില എന്താ പറയണ്ടേ, നമ്മൾ ചില ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ എങ്ങനെ ഫിൽറ്റർ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുപ്പി എടുത്തിട്ട് കുറേ മണ്ണൊക്കെ വാരി ചാർക്കോളൊക്കെ വാരി ഇട്ടിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, കോട്ടൺ, ചാർക്കോൾ, സാൻഡ് ഇതെല്ലാം നമുക്ക് ഫിൽറ്റേഴ്സായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ആ ഒരു ഡിവൈസ് ഉണ്ടാക്കിയതിന് ശേഷം അവർ പലതവണ ഈ വെള്ളം ആ സെയിം പ്രോസസ്സിലൂടെ പാസ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് ഫിൽറ്ററായി നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളം തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ ആ പ്രോസസ്സിലും ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ചാർക്കോൾ, കോട്ടൺ, സാൻഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, അതും ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ടീ ബാഗ് വെയർ ഇനിഷ്യലി മെയ്ഡ് ഓഫ് സോഫ്റ്റ് ക്ലോത്ത് ലൈക്ക് സിൽക്ക് പോലുള്ള സോഫ്റ്റ് ക്ലോത്ത് എന്നായിരുന്നു ആദ്യ കാലഘട്ടത്ത് ടീ ബാഗ്സ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് ഇവഞ്ച്വലി അത് ഫിൽറ്റർ പേപ്പറിലൊക്കെ ആയിട്ട് മാറി. ഇന്നപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫിൽറ്റർ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടീ ബാഗിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത മാഗ്നറ്റിക് സെപ്പറേഷനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു വർക്കർ തടി മില്ലിലിരിക്കുന്നൊരു ഇമേജാണ്. അവിടെ കുറേ നെയിൽസ് കിടപ്പുണ്ട്. പുള്ളിക്കാരൻ അത് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മാഗ്നറ്റ് യൂസ് ചെയ്താൽ മതി എന്ന് ഈ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ്. അത്രേ ഉള്ളൂ മാഗ്നറ്റിക് സെപ്പറേഷൻ. സിമ്പിൾ കാര്യങ്ങളല്ലേ അതൊക്കെ, ഒന്നും അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ അത് തന്നെയാണ് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇത് വലിയൊരു മറ്റേ സ്ക്രാപ്പൊക്കെ കൊണ്ടിടുന്ന സ്ഥലത്താണ് ഇടുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോയാണിത്. അപ്പോൾ ഈ വലിയൊരു ക്രെയിൻ വെച്ചിട്ട് വലിയൊരു ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്ത് അവർ ഈ മെറ്റൽ പാർട്സൊക്കെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്ക്രാപ്പ് മെറ്റൽസ് ഇനി പിന്നെ റീസൈക്കിൾ ചെയ്യാനൊക്കെ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള സിമ്പിളാണ് ഈ ചാപ്റ്റർ. കഴിഞ്ഞ 3 ചാപ്റ്ററും അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. പിന്നെ ഇതിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.